തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ നടതുറപ്പ് മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന അന്നദാനത്തിൽ ഭക്തജനങ്ങളുടെ തിരക്ക് വർദ്ധിക്കുകയാണ്. ദേവീദർശനം പോലെ തന്നെ വളരെയേറെ പ്രാധാന്യമുള്ളതാണ് ഇവിടുത്തെ അന്നദാനവും. അന്നപൂർണേശ്വരിയായ ശ്രീ പാർവതി ദേവിയുടെ പ്രസാദമായാണ് ഭക്തർ അന്നദാനത്തെ കണക്കാക്കുന്നത്. കുത്തരിക്കഞ്ഞിയും പുഴുക്കും അച്ചാറുമാണ് ക്ഷേത്രത്തിലെ അന്നദാന വിഭവങ്ങൾ. രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെയാണ് അന്നദാനം ലഭിക്കുക. കാച്ചിൽ, ചേന, കായ, കപ്പ, വൻപയർ എന്നിവ ചേർത്താണ് പുഴുക്ക തയ്യാറാക്കുന്നത്. സാധാരണ ദിവസങ്ങളിൽ 800 കിലോ കുത്തരിയാണ് കഞ്ഞിക്കായി ഉപയോഗിക്കുന്നത്. ശനി, ഞായർ ദിവസങ്ങളിൽ അളവ് ഇതിലും കൂടും. രാവിലെ 9 മുതൽ വൈകിട്ട് 4:30 വരെയാണ് അന്നദാനം ലഭിക്കുക. കേരളത്തിന് അകത്തും പുറത്തുനിന്നും വളരെയധികം ഭക്തന്മാരാണ് ഇവിടെ എത്തുന്നത്. അതിരാവിലെ 4 മണിക്ക് നട തുറന്നാൽ ഉച്ചയ്ക്ക് 1:30 അടയ്ക്കുകയും വീണ്ടും 2 മണിക്ക് നട തുറക്കുകയും വൈകിട്ട് 9 മണിക്ക് നട അടയ്ക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ തുടർന്നു കൊണ്ടിരിക്കുന്നത്. ചില ദിവസങ്ങളിൽ ഭക്തജന തിരക്ക് മൂലം അത് ചിലപ്പോൾ 9:30, 10 വരെ നീണ്ടു നിൽക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ 9:30 തൊട്ട് പ്രസാദ വിതരണം നമ്മൾ നടത്തുന്നുണ്ട്. പ്രസാദൂട്ട് അത് ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള നമ്മുടെ ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ഈ വരുന്ന ഭക്തജനങ്ങൾ ദൂരെ നിന്ന് വരുന്നവർക്ക് സൗകര്യപൂർവം ഈ പ്രസാദൂട്ട് കഴിച്ച് പോവാനുള്ള സൗകര്യവും നമ്മൾ ചെയ്യുന്നു. ഇതെല്ലാം ഈ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒതുങ്ങുന്നു. തലേദിവസം തന്നെ കിഴങ്ങും പച്ചക്കറികളും അരിഞ്ഞ് വൃത്തിയാക്കുന്നത് ഉൾപ്പെടെയുള്ള തയ്യാറെടുപ്പുകൾ നടക്കും. പുലർച്ചെ പാചകം ആരംഭിക്കും. പച്ചക്കറികൾ നന്നാക്കുന്നതിനും പാചകത്തിനും വിളമ്പലിനും ശുചീകരണത്തിനുമായി 70ഓളം പേരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. അന്നദാന മണ്ഡപത്തിൽ ഒരേ സമയം 500ഓളം പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാം.